ആലുവ കീഴ്മാട് പഞ്ചായത്തിൽ കോൺക്രീറ്റ് തട്ട് പൊളിഞ്ഞു വീണ അപകടം 10 പേർക്ക് പരിക്കേറ്റു. അൻവർ സാദത്ത് MLA സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം പ്രതികരണങ്ങളിലേക്കാണ്. ഞാനിപ്പോൾ ഒരു മണിക്കൂർ മുമ്പാണ് അറിഞ്ഞ അവിടെ തന്നെ ഇങ്ങോട്ട് എത്തിയത്. ഇവിടെ വന്നപ്പോൾ നിങ്ങളെല്ലാം കണ്ടതുപോലെ തന്നെ അവിടെ കോൺക്രീറ്റ് ചെയ്തപ്പോൾ ആ ഭാഗം ആണ് ഇടിഞ്ഞ് താഴത്തേക്ക് വീണത്. പക്ഷേ ഏകദേശം 10ഓളം തൊഴിലാളികൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനകത്ത് ഇവിടെ ഉണ്ടായ ആളുകളെയൊക്കെ നിലവിലിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആരുടെയും നില അങ്ങനെ ഗുരുതരമല്ലെന്ന്, പക്ഷേ ഒരാളുടെ കാലിനെന്തോ കാര്യമായിട്ടൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ അപകടം അങ്ങനെ കൂടുതലായി അപകടം പറ്റിയതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ 7 മണിക്ക് ശേഷമാണ് ഉണ്ടായ സംഭവം. എന്തായാലും ഇനി എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോൾ പോലീസും അല്ലെങ്കിൽ മറ്റേ ഫയർഫോഴ്സൊക്കെ നോക്കുന്നുണ്ട്. അതിനകത്ത് എന്താ അപകടം സംഭവിക്കാനുള്ള കാരണമെന്ന് അത് അന്വേഷണത്തിലൂടെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. 8:30 മണിക്കാണ് സ്റ്റേഷനിൽ മെസ്സേജ് കിട്ടുന്നത്, ഇങ്ങനെ ഒരു ബിൽഡിംഗ് കൊളാപ്സ് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വരുന്നു. അപ്പോൾ അപ്പോഴത്തേക്ക് ഞങ്ങളുടെ സൈനയിലെത്തി ഒരു 4-5 കാഷ്വാലിറ്റീസ് ഉണ്ടായിരുന്നു. അവരെ പെട്ടെന്ന് എടുത്ത് ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു മേസ്ത്രി ഉണ്ടായിരുന്നത്. അപ്പോൾ പുള്ളി പറയുന്നത് 7 പേരാണ് പുള്ളിയുടെ കൂടെ ലേബേഴ്സ് എന്ന് പറയുന്നത്. ആ 7 പേരും പുള്ളി ഫിസിക്കലായിട്ട് പുറത്തുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ കോൺക്രീറ്റ് മെഷീൻ്റെ ആ ഒരു ടീമാണ്, അവർ 3 പേരുണ്ടായിരുന്നു, അവർ മേലെയുണ്ട്. ആ 3 പേരുണ്ട് എന്നുള്ളത് അവർ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഈ 10 ആൾക്കാരുടെയും നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ആളില്ല എന്നാണ് ഇവിടെ സൈറ്റിലുണ്ടായിരുന്ന മേസ്ത്രി ഉറപ്പ് വരുത്തുന്നത്. മേസ്ത്രി പറഞ്ഞ ഒരാൾ മാത്രമേ മലയാളിയുള്ളൂ, ബാക്കിയെല്ലാം അന്വേഷണ തൊഴിലാളാണെന്ന് പറയുന്നത്. അപ്പോൾ രാജഗിരി ഹോസ്പിറ്റലിലും പോയിരുന്നു, അവിടെ 5 കാഷ്വാലിറ്റി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്തിട്ടുണ്ട്. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു. അമൽ, ജോലി ചെയ്യുന്നതിനിടെ തട്ട് വീണ അപകടമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നതിനല്ലേ മനസ്സിലാക്കേണ്ടത്? ആശുപത്രികളുടെ ആരോഗ്യനില സംബന്ധിച്ച ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ്? സുഹൈൽ, ആരും തന്നെ കുടുങ്ങിക്കിടക്കുന്നില്ല. ഇപ്പോൾ നിലവിൽ ആരുടെയും നില ഗുരുതരമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരാളുടെ കാലിന് മാത്രമാണ് പരിക്കുള്ളത്. ആ പരിക്ക് മാത്രമേ കുറച്ച് സാരമായിട്ടുള്ളൂ. ബാക്കി ആരുടെയും നില ഗുരുതരമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ അപകടം ഉണ്ടായപ്പോൾ തുടക്കത്തിൽ 4 പേർ സ്ലാബിന് അടിയിൽ പെട്ടുകിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സും നാട്ടുകാരും പോലീസും ഇവിടെ എത്തി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയും ആളുകളെ സ്ലാബിനടിയിൽ നിന്ന് പുറത്താക്കുകയും കൊണ്ടുവരികയും അപകടപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ സാരമല്ലാതെയാണെങ്കിൽ കൂടിയും പരിക്കുകളേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നു. രാജഗിരി ആശുപത്രിയിലേക്കാണ് ഇവർ മാറ്റിയിരിക്കുന്നത്. ഇവരിപ്പോൾ കാഷ്വാലിറ്റിയിലാണുള്ളത്. ഈ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ക്യാമറ ഐസ്ക്രീമിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു സ്ഥാപനമാണ്. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ തൊഴിലാളികൾ കുറവായിരുന്നു. ഏതായാലും ഈ ഒരു ഇരുമ്പ് കൂടത്തിന് മുകളിൽ കയറി നിന്നുകൊണ്ട് കോൺക്രീറ്റ് വർക്കുകൾ ചെയ്യുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടായത്. തുടക്കത്തിൽ തന്നെ ഇവിടെ നാട്ടുകാർ ഈ അപകടം അറിഞ്ഞ് വലിയൊരു ഒച്ചയുടെ പ്രകമ്പനം കേട്ടുകൊണ്ട് ഇവിടെ എത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് നിന്നത്. അവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ഒരു നിർമ്മാണ പ്രവൃത്തി അങ്ങേയറ്റം അശാസ്ത്രീയമായിട്ടാണ് നടക്കുന്നത് എന്നൊരു ആരോപണം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായി. പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു സ്ട്രക്ചറൊക്കെ പണിയുമ്പോൾ നടത്തേണ്ട ബേസ്മെന്റ് ആയിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഇവിടെ നടത്തിയിട്ടില്ല. അല്ലെങ്കിൽ ബലക്ഷയമുള്ള കോൺക്രീറ്റുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടായെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഏതായാലും സ്ഥലം MLA അടക്കമുള്ള ജനപ്രതിനിധികൾ ഇവിടെ എത്തി കാര്യങ്ങൾ വിലയിരുത്തുകയും കൂടുതൽ വിശദമായ അന്വേഷണങ്ങൾ നടത്തുകയും ഈ കാര്യത്തിൽ ഒരു തുടർ നടപടി ഉണ്ടാകുമെന്ന് നാട്ടുകാർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഏതായാലും വലിയൊരു അപകടം തന്നെയാണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആരുടെയും നില ഗുരുതരമല്ല എന്നതാണ് ഈ മണിക്കൂറുകളിലെ ഏറ്റവും ആശ്വാസകരമായ വിവരം. സുഹൈൽ, എന്തായാലും ആരുടെയും ആരോഗ്യനില ഗുരുതരമല്ലെന്ന ആശ്വാസകരമായ വാർത്ത വരുന്നു. ചില പ്രതികരണങ്ങൾ ആ പ്രദേശത്തെ നാട്ടുകാരുടെ വരുന്നുണ്ട്. ആ പ്രതികരണങ്ങളിലേക്കാണ്. 5000 സ്ക്വയർ ഫീറ്റ് മുകളില് 30 അടി പൊക്കത്തിൽ ഈ സാധനം വാർത്തുകൊണ്ടിരിക്കണത്. എന്നിട്ട് ഇവിടെ ഈ സംഭവം നടക്കുമ്പോൾ ശരിക്കും ആ പണിക്കാർ 10 പേരേ ഉള്ളൂ, വേറെ ആളുകളില്ല. ഈ സാധുവിനെ ഇവിടെ ആക്കിയേക്കാണ്. എഞ്ചിനീയർ ഇല്ല, ആരുമില്ല. ഈ സാധനം ഒരു 10 മണി 12 മണിയാണെങ്കിൽ ആ കിടക്കുന്നവരൊക്കെ മരിച്ചേനെ. ആരറിയാൻ പറ്റും? ഇവിടെ സൗണ്ട് കേട്ടാണ് ഇവിടുത്തെ പണിക്കാർ ഓടി വന്ന്. എന്നിട്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ, കാരണം അവരാകെ സൗണ്ട് ഇതിൻ്റെ അടിയിൽ ആളുണ്ടോ എന്നുള്ളത് ഒരു ഇതായി പേടിയായിട്ട് നിന്നപ്പോഴാണ് നാട്ടുകാരെ വിളിച്ച് പറയുകയും ഞങ്ങൾ ഓടി വന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയൊക്കെ ചെയ്തത്. ഇത് താഴേക്ക് വരുമ്പോൾ എന്തായാലും ശബ്ദം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഇവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല, പണിക്കാരുണ്ടായിരുന്നുള്ളൂ. നാട്ടുകാരെ വിളിച്ച് പറഞ്ഞ് ഉടനെ തന്നെ അവർ വരികയും രക്ഷാപ്രവർത്തനം നടത്തുകയും ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയൊക്കെ ചെയ്തു. ഉടനെ തന്നെ ഫയർഫോഴ്സും കാര്യങ്ങളൊക്കെ എല്ലാവരും എത്തുകയും ചെയ്തു. കോൺക്രീറ്റിനുള്ള തട്ട് സ്ഥാപിച്ചതിൽ അശാസ്ത്രത ഉണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ബന്ധപ്പെട്ടവരാരും അപകട സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ലെന്നും നാട്ടുകാർ പറയുകയാണ്.